നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച വിഷയത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഈ ചോദ്യത്തിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് നിലപാട് പറയാൻ എത്ര മലയാളികൾക്ക് കഴിയും? അങ്ങനെ സാധിക്കാതെ പോകുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന വിവരങ്ങളുടെ വൈചിത്ര്യം കൊണ്ടാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണ്. അതിലെ ഒരു വാചകം മാത്രമായിരുന്നു ഒരു ഉപകരണ ഭാഗം കാണാതായിട്ടുണ്ട് എന്നത്. അത് മാത്രമാണ് ആദ്യ ദിവസങ്ങളിൽ പുറം ലോകത്തെത്തിയത്. ആരോഗ്യമന്ത്രി പോലും പ്രതികരിച്ചത് അതേക്കുറിച്ചാണ്. എന്നാൽ ആ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സിസ്റ്റത്തിൽ തകരാറുണ്ട് എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് പറഞ്ഞതുൾപ്പെടെ 2 പേരുടെ ശസ്ത്രക്രിയ മുടങ്ങി എന്ന റിപ്പോർട്ടിലുണ്ട്. ഉപകരണങ്ങൾ പിരിവിട്ട് വാങ്ങുന്നുവെന്ന് രോഗികൾ തന്നെ സമിതിയോട് പറയുന്നുണ്ട്. ലിത്തോ ക്ലാസ് പ്രോബ് പൊട്ടിപ്പോയതിനെ തുടർന്ന് 2 ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു എന്ന റിപ്പോർട്ടിലുണ്ട്. ഉപകരണം ആവശ്യമുണ്ടെന്ന് ഒട്ടും താമസിക്കാതെ ഡോക്ടർ കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിൽ നടപടിയെടുക്കാൻ 3 മാസം വരെ താമസിച്ചിട്ടുമുണ്ട്. റിപ്പോർട്ടിൽ പറയുന്ന ഇക്കാര്യങ്ങൾക്കല്ലേ സിസ്റ്റത്തിന്റെ തകരാർ എന്ന് പറയുന്നത്? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഡോക്ടർ ഹാരിസ് അർഹിക്കുന്നുണ്ട് ഈ നാടിന്റെ പിന്തുണ. ഡോക്ടർ ഹാരിസ് വിതുമ്പിയിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് തിരിച്ചുപോയ ആ പോക്കുണ്ടല്ലോ, അത് കണ്ടിട്ട് ഉൾക്കണ്ണെങ്കിലും നിറയാത്ത ഒരാളെങ്കിലും കേരളത്തിൽ ഉണ്ടാകുമോ? എത്ര സാങ്കേതികമായ കാരണങ്ങൾ ഉന്നയിച്ചാണ് അദ്ദേഹത്തെ വീണ്ടും കുരിശിലേറ്റാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനം പക്കയാണെന്ന് പറഞ്ഞോളൂ, അത് പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഡോക്ടർ ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ അത് സ്ഥാപിക്കാൻ തെളിവുകളും കൊണ്ടുവരണം. ഡോക്ടർ ഉപകരണത്തിനായി നൽകിയ അപേക്ഷ ആശുപത്രിയിലെ സംവിധാനത്തിൽ മാത്രമല്ല കെട്ടിക്കിടന്നത്, കളക്ടറുടെ ഓഫീസിലും ദീർഘവിശ്രമത്തിലായിരുന്നു. 4000 രൂപ വീതം രോഗികളിൽ നിന്ന് പിരിവിട്ട് ശസ്ത്രക്രിയാ ഉപകരണം വാങ്ങിയ ചരിത്രവും വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ എഴുതി വയ്ക്കുന്നു. രോഗികളും കൂട്ടിരിപ്പുകാരും തന്നെയാണ് ആ മൊഴി നൽകിയിരിക്കുന്നത്. ഉപകരണമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും 2-ാം ദിവസം എങ്ങനെ ശസ്ത്രക്രിയ നടന്നു എന്നായിരുന്നു ആദ്യം ചോദ്യം ഉയർന്നത്. ആ ചോദ്യം ഉന്നയിച്ചാണ് ഡോക്ടർ ഹാരിസിനെ കുടുക്കാൻ ശ്രമിച്ചത്. എന്നാൽ 2-ാം ദിവസം ആ ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടർ സജു സ്വന്തം ഉപകരണമാണ് ഉപയോഗിച്ചത്. അത് ആശുപത്രിയുടേത് ആയിരുന്നില്ല. മോസിലോസ്കോപ്പ് കാണാതായെന്നും അത് അന്വേഷിക്കണമെന്നും സമിതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതെപ്പോഴാണ് കാണാതായതെന്നും എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നും ഒന്നും അതിൽ പറയുന്നില്ല. പക്ഷേ വിദഗ്ധ സമിതിയുടേത് എന്ന പേരിൽ ആദ്യം പുറത്തു വന്നത് ആ ഒരു വരി മാത്രമാണ്. കാണാതായി എന്ന് പറയുന്നതല്ലാതെ അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഡോക്ടർ ഹാരിസ് സർവീസ് ചട്ടലംഘനം നടത്തിയതായി വിദഗ്ധ സമിതി റിപ്പോർട്ടിലുണ്ട്. സർവീസ് ചട്ടലംഘനം എന്നത് ഉപകരണക്ഷാമം തുറന്നു പറഞ്ഞതാണ്. അങ്ങനെ പറയുന്നത് ചട്ടലംഘനമാണെന്ന് അറിഞ്ഞു തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചെയ്തത്. തന്നെ വേണമെങ്കിൽ പിരിച്ചുവിടട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ് ഡോക്ടർ ആദ്യത്തെ വെളിപ്പെടുത്തൽ നടത്തിയത്. ചട്ടലംഘനം ആണെന്ന് അറിഞ്ഞു തന്നെ അത് വെളിപ്പെടുത്തിയതിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഈ സിസ്റ്റം നന്നാക്കുക എന്നതാണത്. 100% ആത്മാർത്ഥതയുള്ള, സത്യസന്ധമായ, നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയായിരുന്നു അത്. എന്തുകൊണ്ട് സിസ്റ്റം വഴി ആവശ്യപ്പെട്ടില്ല എന്ന ചോദ്യം ഉയരാം. സിസ്റ്റം വഴി ഉപകരണം ആവശ്യപ്പെട്ടിട്ട് 3 മാസം കാത്തിരിക്കാൻ ആർക്കു കഴിയും? ആരോഗ്യവകുപ്പ് മിനിസ്റ്റീരിയൽ സ്റ്റാഫിനും കളക്ടർക്കും കഴിയുമായിരിക്കും. പക്ഷേ രോഗിയും രോഗവും അത്രകാലം കാത്തിരിക്കുമോ? മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഉപകരണം ആവശ്യപ്പെട്ടാൽ അതാണ് ഏറ്റവും അടിയന്തര കാര്യം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ലല്ലോ ഉദ്യോഗസ്ഥർ. അത് എന്തുകൊണ്ട് ഇങ്ങനെ കാലതാമസം നേരിടുന്നു? ഈ സംവിധാനത്തിൽ പാളിച്ച ഉള്ളത് കൊണ്ട് തന്നെയല്ലേ അത് സംഭവിക്കുന്നത്? ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മാത്രമല്ല, വിദഗ്ധ സമിതി റിപ്പോർട്ടിലും അത് തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. ഉപകരണക്ഷാമം കൊണ്ട് മുടങ്ങിയ ശസ്ത്രക്രിയകളുടെ വിവരവും വിദഗ്ധ സമിതി റിപ്പോർട്ടിലുണ്ട്. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയം ഒരിക്കലും വ്യക്തിപരമല്ല, അത് ഈ സംവിധാനത്തെക്കുറിച്ചുള്ളതാണ്. അതിന്റെ ഉത്തരവാദിത്തം ആ സംവിധാനത്തിലെ കണ്ണികൾക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന്റെ ഓഫീസ് സ്റ്റാഫ് മുതൽ കളക്ടറുടെ ഓഫീസ് സ്റ്റാഫ് വരെയുള്ള അനേകം കണ്ണികൾ അതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കുണ്ടാകുന്ന പാളിച്ചയാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത്. അതൊരിക്കലും ഭരിക്കുന്ന മന്ത്രിയെയോ സർക്കാരിനെയോ ബാധിക്കേണ്ട കാര്യമല്ല. ഇങ്ങനെ ഒരു വിമർശനം ഉയർന്നാൽ ഉടൻ പരിശോധിക്കും, പരിഹരിക്കും എന്ന് കത്തെഴുതുന്ന പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു പണ്ട് രാജ്യത്ത്.
കത്തുകളായോ പത്രവാർത്തകളായോ എന്ത് പോരായ്മ മുന്നിലെത്തിയാലും അപ്പോൾ തന്നെ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് റിപ്പോർട്ട് ചോദിച്ചിരുന്നു നെഹ്റു. മാത്രമല്ല, പോരായ്മ പുറത്തു കൊണ്ടുവന്നവരെ അഭിനന്ദിച്ച് കത്തുമയക്കും. അതാണ് ഭരണത്തിന്റെ ജനകീയ രീതി. പോരായ്മ പുറത്തു കൊണ്ടുവന്ന ഡോക്ടർ ഹാരിസിനെ അഭിനന്ദിക്കാൻ ഒരു യോഗമാണ് സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത്. സ്വന്തം ജോലിയിൽ തന്നെ 100% ശ്രദ്ധിക്കുന്നവർക്ക് മറ്റ് ചട്ടങ്ങളൊന്നും പാലിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവർ വൈകാരികമായി പ്രതികരിച്ചു കളയും. ഈ ദിവസങ്ങളിലൊക്കെ ഡോക്ടർ ഹാരിസിനെ ഏതൊക്കെ രീതിയിലാണ് വിചാരണ ചെയ്തത് എന്നോർക്കുക. ദിവസവും ശസ്ത്രക്രിയകൾ ചെയ്യേണ്ട ഒരു ഡോക്ടർക്ക് ഏറ്റവും ആവശ്യം മനസാന്നിധ്യമാണ്. ഇത്തരം വിചാരണകൾ ആ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ എത്രയായിരിക്കും എന്ന് ആലോചിച്ചു നോക്കുക. ആശ്വസിപ്പിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ആരോഗ്യരംഗത്തെങ്കിലും ഉണ്ടാകേണ്ടത്. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിശദീകരണം ചോദിക്കാം. അത് ചട്ടപ്രകാരം വേണ്ടതാണ്. ഡോക്ടർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? എന്താണ് പരിഹരിക്കേണ്ട പ്രശ്നം? എങ്ങനെ പരിഹരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഉപകരണങ്ങൾ എത്ര വേഗം കിട്ടണം? ഉപകരണങ്ങൾ എത്രമാത്രം സ്റ്റോക്കിൽ ഉണ്ടാകണം? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഒരു വിശദീകരണം ചോദിക്കലിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ ഈ സംവിധാനത്തെ നിങ്ങൾ താറടിച്ചു കാണിച്ചോ? ആരുടെയെങ്കിലും പ്രേരണയാലാണോ ഇത് പറഞ്ഞത്? നിങ്ങൾ പ്രതിപക്ഷ മുന്നണിയുടെ ആളാണോ? എന്തുകൊണ്ടാണ് മറ്റുള്ള ഡോക്ടർമാർ പരാതി പറയാത്തത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് വിചാരണ ചെയ്യുകയല്ല വേണ്ടത്. സത്യസന്ധമായി പറഞ്ഞാൽ എത്ര കൃത്യമെന്ന് കരുതുന്ന സംവിധാനത്തിലും നമ്മൾ കാണാത്ത പാളിച്ചകൾ ഉണ്ടാകും. അത് പുറത്തു കൊണ്ടുവരാൻ ഡോക്ടർ ഹാരിസിനെ പോലുള്ളവർ അനിവാര്യമാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഉപകരണം ആവശ്യപ്പെട്ട് കത്ത് വരുമ്പോൾ ഇനിയെങ്കിലും അത് അവഗണിക്കാൻ നമ്മുടെ മിനിസ്റ്റീരിയൽ സംവിധാനത്തിന് കഴിയില്ല. സ്വന്തം മേശപ്പുറത്ത് 3 മാസം അപേക്ഷ കുടുങ്ങിക്കിടന്നാൽ ഉത്തരവാദിത്തം തനിക്കാണെന്നെങ്കിലും ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്ന നില ഉണ്ടാകണം. ഡോക്ടർ ഹാരിസ് വിഷയം നമ്മുടെ സംവിധാനത്തിൽ ചെലുത്തേണ്ടത് 100% സതുദ്ദേശപരമായ സ്വാധീനമാണ്. അതിനപ്പുറം ഡോക്ടറിൽ ഒരു ദുരുദ്ദേശവും കണ്ടെത്താൻ വിദഗ്ധ സമിതിക്ക് പോലും കഴിഞ്ഞിട്ടില്ല. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.